ഹലോ, ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടില്ലേ, ആ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇടഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് മാവ് തയ്യാറാക്കാം. ഇനി കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പെരുംജീരകം, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി ഇത്രയും ചേർക്കുന്നുണ്ട്. അതിനുശേഷം കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ്. പച്ചമണം മാറുമ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിലിന് വേവിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇനി ചൂടായ പാനിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാമേ. സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. തിരിച്ചും മറിച്ച് വിട്ടൊന്ന് മുരിച്ചിട്ടാൽ നല്ലതായിരിക്കും കേട്ടോ. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സാമ്പാറോ തേങ്ങാ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.